വയനാട്ടിലെ ആളെക്കൊല്ലി കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൌത്യം ഇന്നും തുടരും. ആന മണ്ണുണ്ടി പ്രദേശത്തു തന്നെ വനമേഖലയിൽ തുടരുന്നതായാണ് വനം വകുപ്പിന് ലഭിച്ച വിവരം. ആനയെ ട്രാക്ക് ചെയ്യുന്ന സംഘം പുലർച്ചെ വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. റേഡിയോ കോളർ സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് മയക്കുവെടി വയ്ക്കാനുള്ള സംഘം കാടുകയറും. ഇന്നലെ 2 തവണയാണ് ആനയുടെ അടുത്ത് ദൌത്യ സംഘം എത്തിയിരുന്നത്. ഒരു തവണ മയക്കുവെടി വെച്ചെങ്കിലും ശ്രമം വിജയിച്ചില്ല. മുള്ള് പടർന്ന അടിക്കാടാണ് ആനയെ പിടികൂടാനുള്ള ദൌത്യത്തിന് വെല്ലുവിളിയാകുന്നത്. വിവരങ്ങളുമായി അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. അരുൺ, നിലവിൽ ഈ ദൗത്യം പുനരാരംഭിച്ചിട്ടുണ്ടോ? ഈ ദൗത്യ സംഘം എവിടെയാണ് ഇപ്പോഴുള്ളത്? ആനയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? പ്രവിത, ഓപ്പറേഷൻ മഗ്നയുടെ ഭാഗമായുള്ള ദൗത്യം ഇന്നും തുടരും. പക്ഷേ ഇന്ന് രാവിലെ 5:30യോടുകൂടി ഈ ദൗത്യം ആരംഭിക്കുമെന്നായിരുന്നു വനം വകുപ്പ് അറിയിച്ചിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ കടുത്ത മൂടൽമഞ്ഞാണ്. ഒന്നും കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ, ഇരുട്ട് നിറഞ്ഞൊരു അന്തരീക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം, അതായത് സമയം 6 മണിയായി, വനം വകുപ്പ് ഉദ്യോഗസ്ഥരൊന്നും തന്നെ ഈ ദൗത്യത്തിനായി എത്തുന്നേയുള്ളൂ. 5:30 ആരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ CCF അറിയിച്ചിരുന്നത്. പക്ഷേ എന്തായാലും ഈ മൂടൽമഞ്ഞ് അവസാനിച്ചതിന് ശേഷം, മൂടൽമഞ്ഞ് ഒന്ന് ഇറങ്ങിയതിന് ശേഷം മാത്രമായിരിക്കും ഈ ദൗത്യം ആരംഭിക്കാനുള്ള സാധ്യതകൾ നമുക്ക് കാണുന്നുള്ളൂ. ഈ ബാവലി ഫോറസ്റ്റ് ഡിവിഷന് കീഴിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ആ പ്രദേശത്തൊക്കെ ആ ടിമ്പർ ഡെപ്പോ ആണ് നമുക്ക് ദൃശ്യങ്ങളിൽ നേരെ കാണുന്ന ആ ഭാഗം. അവിടെയൊക്കെ ഇരുട്ടു നിറഞ്ഞ അന്തരീക്ഷമാണ്. അതിന് തൊട്ടുപുറകിലുള്ള കാട്ടിലാണ് ഈ ആനയുള്ളത്. ആനയെ ഇന്നലെ 2 തവണ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഒരു തവണ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇന്നെന്തായാലും 65 അംഗ സംഘം ഇന്നലെ രാത്രി മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ആന നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നെന്തായാലും രാവിലെ ഈ മൂടൽമഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആനയെ മയക്കുവെടി വെക്കാനുള്ള നീക്കം ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. മറ്റൊന്ന്, ഇന്ന് വയനാട് ജില്ലയിൽ ഹർത്താലാണ്. ഫാർമേഴ്സ് റിലീഫ് ഫോർ ആണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. പക്ഷേ ഈ ബാവലി ചെക്ക് പോസ്റ്റ് പരിസരത്ത്, ഈ സ്ഥലത്ത് ഹർത്താൽ ആചരിക്കുന്നില്ല. മറ്റുള്ള ജില്ലകളിൽ, വയനാട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വ്യാപാരികൾ കടയടയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാനന്തവാടി ഡിവിഷനിലെ 4 ഡിവിഷനുകളിൽ, മാനന്തവാടിയിലെ 4 ഡിവിഷനുകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശരി.